ഹായ്, നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തല്ല, കേരള തമിഴ്നാട് ബോർഡറിൽ വെള്ളറടയ്ക്കകത്ത് അടുത്തായിട്ട് അനന്ത്യ റിസോർട്ടിൽ ANTYA അനന്ത്യ റിസോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മനോഹരമായൊരു പ്ലേസിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ, ഞങ്ങളിവിടെ ഒരു സ്റ്റേക്കേഷൻ വന്ന വിശേഷങ്ങളുമാണ്. അപ്പം വെൽക്കം ടു ദ വീഡിയോ. കന്യാകുമാരി ജില്ലയിലെ ചിറ്റാർ തടാകക്കരയിൽ കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന റിസോർട്ടാണിത്. ആനന്ദേട്ടനുണ്ട് ഈ യാത്രയിനോടൊപ്പം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടേക്ക്. ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട തടാകക്കരയിൽ ശാന്തമായ ഒരു അന്തരീക്ഷം, അതാണ് ഈ റിസോർട്ടിന്റെ ഹൈലൈറ്റ്. അഞ്ചു സ്ഥലം എങ്ങനെ ഉണ്ട്? ഉണ്ട്. അമ്മു, സ്ഥലം എങ്ങനെ ഉണ്ട്? അവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ശരിക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ജാനകി, നമ്മുടെ ക്വാർട്ടേഴ്സിനടുത്തായിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കും. ജാനകി, റെഡി. ഇതാണ് നമ്മുടെ കോട്ടേജ്. അകത്തോട്ട് കയറുമ്പോൾ അമ്മു കണ്ണും ചിരി നിൽക്കുന്നു. ജാനകിക്കുട്ടി, അഞ്ചു. ഇടതുവശത്ത് വെള്ളമുണ്ട്, സ്നാക്സ് ഉണ്ട്, ടീ കോഫിയുടെ പരിപാടി ഇവിടെ ഉണ്ട്. താഴെ എന്തുണ്ട്? ഒരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ വെള്ളം, സ്പ്രൈറ്റൊക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് വച്ച് കുഞ്ഞാവയുടെ ഫുഡ് കൊടുക്കുന്നതൊക്കെ. ഇതൊരു വെൽക്കം ചോക്ലേറ്റ് ആണ്. റിമോട്ട്, AC, പിന്നെ ഇവിടെ മെനു കാര്യങ്ങളൊക്കെ ആയിട്ട് TV. ഇതാണ് നമ്മുടെ വിൻഡോ. നല്ല നൈസ് വ്യൂ ആണ്. കാണുന്നത് ചിറ്റാറാണ്.
ലേക്ക് സൈഡ് അല്ല, പക്ഷെ എന്നാലും നല്ല വ്യൂ ആണ്. ടോയ്ലറ്റ് ഇവിടെ, നമ്മുടെ ടോയ്ലറ്റ് ഇത് ബാത്ത് ഏരിയ, പിന്നെ ടബും ഉണ്ട്. ഇത് നമ്മുടെ റൂമിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയാണ്. ഇത് നമുക്കായിട്ടുള്ള ബഗ്ഗിയാണ് വരുന്നത്. നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ പോകാനായിട്ട്. ഇതാണ് ആനന്ദേട്ടൻ്റെ കോട്ടേജ്. ഇതിനിപ്പുറത്ത് 602 നമ്മുടെ കോട്ടേജ്. ചായ കുടിക്കാൻ പോവാം. നോക്കൂ ജാനിക്കുട്ടി, ചായ കുടിക്കാൻ പോവാം. അടിപൊളി, എന്താ വ്യൂ അല്ലേ? നോക്ക്, വെസ്റ്റേൺ ഗട്ട്സാണിത് ഈ കാണുന്ന. ചിറ്റാറിൻ്റെ കരയിൽ ഒരു റിസോർട്ട്, മനോഹരമായ ഒരു റിസോർട്ട്. ആ കാണുന്ന വൈകുന്നേരം ചായ കുടിക്കാനുള്ളൊരു ചായക്കട സ്പോട്ടാണ്. അത് മെയിൻ റെസ്റ്റോറൻറ്റ്. അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് പൂള്. വൈകുന്നേരത്തെ ടീ ടൈമായി. ഒരു പീസ് പൈനാപ്പിൾ കേക്ക്, നമ്മുടെ വാഴയ്ക്കപ്പം, ഞാൻ കോഫിയാണ് എടുത്തത്. ആനന്ദേട്ടൻ ചായ. ജാനിക്കുട്ടി ഒരു റൗണ്ട് ചെറിയ കരച്ചിലിന് ശേഷം വീണ്ടും പ്ലേസൊക്കെ എൻജോയ് ചെയ്യാണ്. ജാനിക്കുട്ടി, നമുക്ക് ഈവനിങ് ഒക്കെ ഇത് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഈ ലോണിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ഏരിയയിലോട്ട്, ഈ കാശ്മീർ ഏരിയയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ ജാനകുട്ടിയെ നടത്താനുള്ള ശ്രമമാണ്. ഹായ്, എവിടെ? ബാ ബാ ബാ. മതി മതി മതി, എടുത്തോ. ഈവനിങ് സൺസെറ്റിൻ്റെ ഒരു വൈബാണ്. എങ്ങനെയുണ്ട് അമ്മൂ സ്ഥലം? ആനന്ദേട്ടൻ അങ്ങ് ദൂരെ ഇന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുവാണ്. ഞങ്ങൾ അങ്ങോട്ട് ആനന്ദേട്ടൻ്റെ അടുത്തോട്ട് പോകുന്നു. അച്ഛാ അച്ഛാ, ഫ്രെയിം നോക്ക്, സിനിമയിലൊക്കെ കാണുന്ന പോലെ. കാല് സൂക്ഷിച്ചോണേ. അമ്മ മതി, ഒരുപാട് ദൂരം കൊണ്ടുണ്ടോ? ഇതൊരു ഫ്രെയിം ചെയ്യുന്നു. പാവം ഗൈസ്, വീഡിയോ എടുക്കാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ.
ഇപ്പോൾ സമയം 8:20. ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നു. ഡിന്നറ് ബൊഫയാണ്. 1000+ GST എന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പം ബാക്കി കാഴ്ചകൾ അവിടെ വെച്ച് കാണാം. ഇത് കാണാൻ നല്ല ആംബിയൻ്റ് ആണ്, നല്ല രസമാണ് ഇത് കാണാൻ. ഇനി നമുക്ക് കുറച്ച് ഡിന്നർ ബൊഫെ കാഴ്ചകളിലേക്ക് കിടക്കാം. നേരത്തെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്ന അതേ റെസ്റ്റോറൻ്റാണ്. അവിടെ നമുക്കായിട്ട് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കഴിക്കാനെടുത്തത് തൈര് സാധമാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. കാപ്പി ഫുഡ് കഴിക്കുന്ന നേരത്ത് ജാനകിയുടെ അടുത്ത് ഞാൻ ഈ ഡാൻസ് പെർഫോമൻസ് കാണാനെത്തി. ജാനകി ചുറ്റും നോക്കുന്നത് കാവ്യയാണ്. കാവ്യ കഴിച്ചിട്ട് വന്നപ്പോൾ ജാനകി കൊടുത്തിട്ട് ഞാൻ ബാക്കി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. ലാസ്റ്റ് കുറച്ച് ഫ്രൂട്ട് കട്ട്സും ഐസ്ക്രീമും കഴിച്ചു. ഇത് ഈ പേര് നോക്കി വെച്ചോ, നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഡേ 1 കാഴ്ചകൾ. ഡേ 2 കാഴ്ചകൾ കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് us. ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.